എത്ര അധികാരം കിട്ടിയാലും വന്ന വഴി അദ്ദേഹം മറക്കില്ല. അച്ഛനൊപ്പം പണ്ട് തൊട്ടേ ഉള്ളവർ തന്നെയാണ് ഇപ്പോഴും. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തിലുള്ള ഏറ്റവും വലിയ തെളിവ്. വി ഡി സതീശൻ എന്ന അച്ഛനെ പറ്റി പറയുമ്പോൾ ഉണ്ണിമായ എന്ന മകൾക്കൊരല്പം പോലും സംശയമില്ല. വളരെ സത്യസന്ധതയോടെയാണ് അച്ഛൻ ഓരോരുത്തരോടും പെരുമാറുന്നത്. ആരെയും താഴ്ത്തി കാണാറില്ല. വാക്കു പാലിക്കുന്ന മനുഷ്യൻ. എന്നാൽ അത് ശരിയാണ് എന്ന് കാണിക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവവും. ദീപാദാസ് മുൻഷി വിളിച്ചു പറയുന്നു, അങ്ങാണ് മുഖ്യമന്ത്രി, ഒരാൾ പോലും അറിയരുത് പ്രഖ്യാപനം പുറത്തു വരുന്നത് വരെ. AICC പ്രഖ്യാപിക്കുന്നത് വരെ ഈ വിവരം ആരോടും പറയരുത്, ഭാര്യയോട് പോലും ഇല്ല എന്ന് പറഞ്ഞ സതീശൻ വാക്കുപാലിച്ചു. 1957 EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ ആദ്യ സർക്കാരിന് ശേഷം മന്ത്രിസ്ഥാനം ഒന്നും വഹിക്കാതെ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 4ാമത്തെ നേതാവാണ് സതീശൻ. AK ആന്റണി, EK നായനാർ, VS അച്യുതാനന്ദൻ എന്നിവരാണ് നേരിട്ട് മുഖ്യമന്ത്രിമാരായ മറ്റ് നേതാക്കൾ. സംസ്ഥാനത്തെ 16ാമത്തെ നിയമസഭയിലാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നത്. 15ാം സഭയിൽ പ്രതിപക്ഷ നേതാവായി മിന്നിയ ശേഷമാണ് മുഖ്യമന്ത്രിയായുള്ള സ്ഥാനാരോഹണം. ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചത് തന്റെ അച്ഛൻ വി ഡി സതീശൻ എന്ന് മകൾ പറയുന്നു. വളരെ സത്യസന്ധതയോടെയാണ് അച്ഛൻ ഓരോരുത്തരോടും പെരുമാറുന്നത്. ആരെയും താഴ്ത്തി കാണാറില്ല. എത്ര അധികാരം കിട്ടിയാലും വന്ന വഴി അച്ഛൻ മറക്കില്ല. അച്ഛനെ പണ്ട് തൊട്ട് പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് ഇപ്പോഴും കൂടെയുള്ളത്. അവരെ ഒരിക്കലും കൈവിടില്ല. അച്ഛനോടൊപ്പമുള്ള തിരുവനന്തപുരം യാത്രയിൽ കാർ കൊല്ലത്ത് എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയാകും എന്ന വിവരം അറിയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ഇന്റലിജൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് അച്ഛൻ ശീലിച്ച പല കാര്യങ്ങളുമുണ്ട്. എന്ത് തീരുമാനമെടുത്താലും ആരെയും വേദനിപ്പിക്കരുത് എന്ന വാശിയുണ്ട്. ടൈം മാനേജ്മെന്റിൽ കൃത്യതയാണ്. വളരെ അച്ചടക്കമുള്ള മനുഷ്യനുമാണ്. ഏറ്റവും വലിയ സംഭവം അദ്ദേഹത്തിന്റെ വായന തന്നെയാണ്. ഇങ്ങനെ വാതോരാതെ അച്ഛനെ കുറിച്ച് പറയുകയാണ് ഉണ്ണിമായ എന്ന മകൾ. അച്ഛൻ ഗൗരവക്കാരനാണ് എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് അത്ഭുതമാണെന്നും ഉണ്ണിമായ പറയുന്നു. കാരണം വീട്ടിൽ അദ്ദേഹം വളരെ ചില്ലായ ഒരു മനുഷ്യനാണ്. ദേഷ്യപ്പെടുക പോലുമില്ല. പക്ഷെ പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ദേഷ്യം വരാറുണ്ട്. വീട്ടിൽ കസിൻസിന്റെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ കളിച്ച് ചിരിച്ചൊക്കെ നടക്കും. മുഹൂർത്തത്തിന് മുന്നേ എത്തിയില്ലെങ്കിൽ അച്ഛന് ദേഷ്യമാവും. അപ്പോൾ മാത്രമൊക്കെ അച്ഛന് ദേഷ്യം വരാറുള്ളൂ. ഒരു ഫോട്ടോഷൂട്ടിനിടെ സമയമായി എന്ന് പറഞ്ഞ് വാച്ച് നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ ഒരു ചിത്രമുണ്ട്. ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് അച്ഛനെ കളിയാക്കാറുണ്ട്. എന്തെങ്കിലും കാര്യം നടത്തിയെടുക്കാൻ ഞങ്ങളെല്ലാം അച്ഛനെ തന്നെയാണ് സമീപിക്കുന്നത്. അച്ഛൻ സമ്മതിച്ചാൽ കുടുംബക്കാർ മുഴുവൻ കൂട്ടത്തിൽ നിൽക്കും, സമ്മതിക്കും. സിനിമ കാണുന്നതൊക്കെ അച്ഛന് വളരെ ഇഷ്ടമാണ്. പക്ഷെ പലപ്പോഴും സമയം കിട്ടാറില്ല. വീട്ടിലുള്ളപ്പോൾ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് അച്ഛന് ഞാൻ തന്നെ കാണിച്ചു കൊടുക്കും. ഞങ്ങൾ പോപ്പ് കൾച്ചറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇരുന്ന് കേൾക്കും. പക്ഷെ ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരാറില്ല. മറ്റൊരാളുടെ ഒരു കാര്യവും ഷെയർ ചെയ്യാറില്ല. രാഷ്ട്രീയത്തെ പറ്റി ചോദിച്ചാൽ എന്തെങ്കിലും പറയും, എന്നാൽ പരിധി വിട്ട് ഒന്നും പറയില്ല. വാർത്തയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ നീ അത് വിട്ടുകള എന്നേ പറയും. ഇങ്ങനെ തൻ്റെ അച്ഛനെ പറ്റി പറയുകയാണ് ഉണ്ണിമായ. എന്തായാലും ഉണ്ണിമായയുടെ അച്ഛൻ്റെ ആ ഒരു ഭരണ മികവിൽ, അച്ഛൻ്റെ ആ ഒരു കർക്കശമില്ലാത്ത എന്നാൽ ഉറച്ച നിലപാടുകളിൽ കേരളം കാത്തിരിക്കുകയാണ്. പുതിയൊരു കേരളം അദ്ദേഹത്തിലൂടെ, ഒരു നല്ല മുഖ്യമന്ത്രിയിലൂടെ പുതിയൊരു കേരളം പിറവിയെടുക്കുകയാണ്. അതിനായി കാത്തിരിക്കുകയാണ് കേരളം ഒന്നടങ്കം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.